ഹലോ ഫ്രണ്ട്സ്, ഏണസ്റ്റ് അക്കാദമിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ച നീരജ മാം ആണ്. മാം, വെൽക്കം ടു യുവർ സെഷൻ. താങ്ക് യു. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ വിജ്ഞാപനം മാർച്ച് 1 മുതൽ PSC പ്രൊഫൈലിൽ ലഭ്യമാണ്. ഈ എക്സാമിന് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികളാണ് തയ്യാറെടുക്കുന്നത്. ഈ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാമിന്റെ എക്സ്പീരിയൻസ് തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അത് തന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാമിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എന്റെ പേര് നീരജ. കേരള PSCയുടെ 2020 FSO എക്സാമിൽ എനിക്ക് 1ാം റാങ്ക് ലഭിച്ചു. പരീക്ഷയുടെ റിസൾട്ട് 2022 വരികയും കൊറോണ സമയമായതിനാൽ അഡ്വൈസ് 2023 ലഭിച്ചു. ഞാൻ 2023 ഓഗസ്റ്റ് മാസത്തിൽ സർവീസിൽ പ്രവേശിച്ചു. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിലേക്കുള്ള മാമിന്റെ ജേണി എങ്ങനെയായിരുന്നു? ഇത് ആദ്യത്തെ എക്സാം ആയിരുന്നു? ഞാൻ 2019 BSc അഗ്രികൾച്ചർ പാസ്സായ ശേഷം ആദ്യമായിട്ട് വരുന്ന ടെക്നിക്കൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ FSOയുടെ ആയിരുന്നു. ഞാൻ MSc അഗ്രികൾച്ചർ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിലാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത്. കൊറോണ സമയമായതിനാൽ ഏകദേശം ഒരു 8 മാസത്തോളം എനിക്ക് എക്സാം പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിരുന്നു. ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന PSC എക്സാം FSOയുടേതായിരുന്നു. എങ്ങനെയായിരുന്നു ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടിയുള്ള മാമിന്റെ തയ്യാറെടുപ്പ്? ഞാൻ ആദ്യ 2 മാസങ്ങളിൽ സെൽഫ് സ്റ്റഡി ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് സിലബസ് ഒട്ടും കവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് എനിക്ക് വന്നത്. കാരണം 10 പാർട്ട് ആയിട്ടുള്ള സിലബസിലെ ആകെ എനിക്ക് ഒരു പോർഷൻ മാത്രമായിരുന്നു സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നത്. അതെന്റെ സബ്ജക്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ സയൻസ് ആയിരുന്നു. അഗ്രികൾച്ചർ സയൻസിന് പുറമെയുള്ള 6 കോർ സബ്ജക്റ്റുകളിലും അതിനോടൊപ്പം ഉള്ള കോൺസ്റ്റിറ്റ്യൂഷനും ഇംഗ്ലീഷും റീസണിങ്ങും എനിക്ക് വീക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 മാസത്തെ സെൽഫ് സ്റ്റഡിക്ക് ശേഷം ഓൺലൈൻ കോച്ചിങ്ങിനായി ചേർന്നു. മാം, ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തപ്പോൾ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? പ്രധാനമായിട്ട് നേരിട്ട വെല്ലുവിളി എന്ന് പറയുന്നത് എക്സാമിന് ഒരു മാതൃക ആകെ ഉണ്ടായിരുന്നത് 2015 നടന്ന FSOയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ആകെ FSOയുടെ PSC ഒരു എക്സാം മാത്രമായിരുന്നു നടത്തിയിരുന്നത്. അപ്പോൾ ആ 2015 ക്വസ്റ്റ്യൻ പേപ്പർ റഫർ ചെയ്തപ്പോൾ സിലബസിലുള്ള 10 പോർഷനിൽ നിന്നും 10 ക്വസ്റ്റ്യൻ വീതം ചോദിച്ചതായി കണ്ടെത്തി. മാത്രമല്ല സിലബസ് വളരെ വാസ്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റു കോർ സബ്ജക്റ്റുകളിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ അത് സ്ട്രോങ് ആക്കേണ്ട ഒരു പരിശ്രമം കൂടി എനിക്ക് വേണ്ടി വന്നിരുന്നു. പുതുതായി ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാമിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? നമുക്ക് അറിയാവുന്ന പോലെ ഇതിന് 10 പോർഷൻ ആണുള്ളത്. അതിനകത്ത് 7 കോർ സബ്ജക്റ്റും അതിന് പുറമെ കോൺസ്റ്റിറ്റ്യൂഷൻ, റീസണിങ്, ഇംഗ്ലീഷ് എന്നിവയാണ്. എന്തൊക്കെ നമ്മൾ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും അവരവരുടെ കോർ സബ്ജക്റ്റുകളിൽ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ കോർ സബ്ജക്റ്റിൽ കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് തുടങ്ങി 3 സബ്ജക്റ്റുകളിൽ കൊടുക്കുക. കാരണം ഈ 3 സബ്ജക്റ്റ് നമ്മൾ നന്നായി പഠിക്കുന്നതിലൂടെ നമുക്ക് 30 മാർക്ക് ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഒപ്പം നമ്മൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ അവർക്ക് നല്ല ബേസ് ഉണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ പരീക്ഷയിൽ 40 മാർക്ക് വളരെ എളുപ്പത്തിൽ സെക്യൂർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ കോർ സബ്ജക്റ്റിന് കൊടുക്കുന്ന അതേ പ്രാതിനിധ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് എന്നിവയ്ക്ക് കൊടുക്കുക. ഇത് ഓൺലൈൻ കോച്ചിങ്ങിനോടൊപ്പം തന്നെ പ്രീവിയസ് ഡിഗ്രി ലെവൽ PSC ക്വസ്റ്റ്യൻ പേപ്പർ റഫർ ചെയ്യുന്നത് വഴി ഇംഗ്ലീഷിലും കോൺസ്റ്റിറ്റ്യൂഷനിലും ജനറൽ ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ഉയർന്ന സ്കോർ നേടാൻ സാധിക്കുന്നതാണ്. മാം, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് കോച്ചിങ്ങിന്റെ പ്രാധാന്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ സിലബസ് വളരെ വാസ്റ്റ് ആണ്. ഇതിന് 10 പോർഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികൾക്കും അവരവരുടെ കോർ സബ്ജക്റ്റിൽ മാത്രമായിരിക്കും ബേസ് ഉണ്ടാകുന്നത്. അതായത് 100 മാർക്കിൽ നമുക്ക് 10 മാർക്ക് മാത്രമാണ് ഉറപ്പുള്ളത്. ബാക്കി 90 മാർക്ക് നമ്മൾ സെക്യൂർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഇത്രയും വാസ്റ്റ് സിലബസ് ആയതുകൊണ്ട് നമുക്ക് നോട്ട് കിട്ടുന്നതിനും മറ്റും ഓൺലൈൻ കോച്ചിങ്ങും പ്രോപ്പർ ഗൈഡൻസും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ FSO പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഓൺലൈൻ കോച്ചിങ്ങിന്റെ ആവശ്യകത വരുന്നുണ്ട്. മാം, നമുക്ക് ലാസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സിലബസ് 2020 നടന്ന ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സിലബസ് ആണ്. അപ്പം അതിൽ ഭരണഘടന, റീസണിങ്, അതുപോലെ മെന്റൽ എബിലിറ്റിയുടെ ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പം പുതിയ സിലബസ് വരുമ്പോൾ ഈ പറഞ്ഞ കോർ സബ്ജക്റ്റുകളല്ലാത്ത ഭാഗങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ടോ? നമുക്ക് എക്സാമിന്റെ കൺഫർമേഷന് ശേഷം മാത്രമേ സിലബസിൽ ഇത് ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. പക്ഷേ സിലബസിൽ ഈ 3 പോർഷൻ ഉൾപ്പെടുന്നത് നമുക്ക് 30 മാർക്ക് എളുപ്പത്തിൽ സെക്യൂർ ചെയ്യാൻ വളരെ സഹായിക്കുന്നതാണ്. കാരണം വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഈ പോർഷനുകളെല്ലാം കവർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എക്സാമിന്റെ കൺഫർമേഷൻ വരുന്നത് വരെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് ഇത്തരം സബ്ജക്റ്റുകൾക്ക് മാറ്റിവെക്കുന്നത് നിങ്ങൾക്ക് ഈ എക്സാമിനും ഭാവിയിൽ പല ആവശ്യങ്ങൾക്കും ഉപകരിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്തരം സബ്ജക്റ്റുകൾ പഠിക്കുന്നതിൽ സമയം കണ്ടെത്തുന്നത് വളരെ നല്ലതായിരിക്കും. മാം, സിലബസ് ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ഏതെല്ലാം റെഫറൻസുകൾ യൂസ് ചെയ്യാം? നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ FSOയുടെ സിലബസ് ഇത്തിരി വാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ബുക്കുകളെക്കാൾ ഉപരി ഓൺലൈൻ കോച്ചിങ്ങിന്റെ നോട്ടുകളാണ് കൂടുതൽ റെഫർ ചെയ്തത്. പിന്നീട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷ്, റീസണിങ് തുടങ്ങിയവർക്ക് നമ്മുടെ കേരള PSCയുടെ ഡിഗ്രി ലെവൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുമായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫുഡ് ടെക്നോളജി, മൈക്രോബയോളജി തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് നമ്മുടെ PSC നടത്തിയിരിക്കുന്ന പല പോസ്റ്റുകളിലേക്കുള്ളതും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ FSSAയുടെ വിവിധ പോസ്റ്റുകളിലേക്കുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്യുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന
MCQ വളരെ കൃത്യമായിട്ട് ആഴ്ചകളിൽ കൃത്യമായി അത് ചെയ്തു വന്നിരുന്നു. ഇങ്ങനെ സ്ഥിരമായിട്ട് MCQ ചെയ്യുന്നത് വഴി എനിക്ക് എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വഴിയൊരുക്കുകയാണ് ചെയ്തത്. മാം, ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. ഡയറി ടെക്നോളജി ഡിഗ്രി ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി ഡിഗ്രി ഉള്ളവർക്ക്, അങ്ങനെ പല ക്വാളിഫിക്കേഷനിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ. അതുകൊണ്ട് തന്നെ അതിന്റെ സിലബസും ഒരു വാസ്റ്റ് സിലബസ് ആണ്. അപ്പം നമ്മളിപ്പം ഡയറി ടെക്നോളജിയാണ് നമ്മുടെ യോഗ്യതയെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു മേഖലയിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും. ബാക്കിയുള്ള മേഖലകൾ ഈ വാസ്റ്റ് സിലബസ് കവർ ചെയ്യാനായിട്ട് ഒരു 6 മാസത്തിനുള്ളിൽ ഒരു വിദ്യാർത്ഥി എത്ര മണിക്കൂർ വീതം പഠിക്കേണ്ടി വരും ഡെയിലി? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഏകദേശം ഒരു 8 മാസത്തോളം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ കിട്ടി. അത് കൊറോണയുടെ, ഞാൻ MSc അഗ്രികൾച്ചർ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്ക് കൊറോണയുടെ അവധി ആയതുകൊണ്ട് തന്നെ ഏകദേശം ഫ്രീ ടൈം ആയിട്ട് ദിവസേന ഫ്രീ ടൈം ഒരുപാട് കിട്ടുമായിരുന്നു. എന്നാലും ഏകദേശം ഒരു ദിവസം 6 മണിക്കൂർ വീതം നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം സിലബസ് കവറപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കോർ സബ്ജക്റ്റുകളിൽ ഫുഡ് സേഫ്റ്റി ലോസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജി, മൈക്രോബയോളജി നമ്മുടെ എല്ലാ കോർ സബ്ജക്റ്റിൽ നിന്ന് ഈക്വൽ പോയിന്റ് ആണെങ്കിലും നമ്മൾ ഈ 3 സബ്ജക്റ്റുകൾ കുറച്ചുകൂടി ബേസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ ഞങ്ങളുടെ എക്സാമിൽ ഈ 3 കോർ സബ്ജക്റ്റുകളിൽ നിന്നും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നതായിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നവർ ഈ 3 കോർ സബ്ജക്ട് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. നീരജ് മാം, മാമിന് ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നല്ലോ. അപ്പം ഈ ഫസ്റ്റ് റാങ്ക് ലഭിക്കാനായിട്ട് മാം എന്തെങ്കിലും പ്രത്യേക ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി ഈ എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നവർ എന്തെങ്കിലും ഗോൾ സെറ്റ് ചെയ്യുന്നതിനുള്ള പ്രാധാന്യം എന്താണെന്ന് പറയാമോ? നമ്മൾ എക്സാമിന് മാത്രമല്ല ജീവിതത്തിലെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഗോൾ സെറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ഇപ്പം ഞാൻ എക്സാമിന്റെ സമയത്ത് ഗോൾ സെറ്റ് ചെയ്തിരുന്നത് 10നുള്ളിൽ റാങ്ക് വരുന്നതിന് വേണ്ടിയാണ്. കാരണം നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും നമുക്ക് നേരിടും. നമ്മൾ ഇടയ്ക്ക് ഇടറി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗോള് നമ്മളെ പിടിച്ചു ഉയർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒരു ഗോള് അത്യാവശ്യമായി സെറ്റ് ചെയ്യേണ്ടതാണ്. മാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് കോൺഫിഡൻസ് ഇല്ലായ്മ. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു എന്നാലും മാർക്ക് ഉയരുന്നില്ല. അപ്പം ഈ വിദ്യാർത്ഥികൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കാനായിട്ട് എന്തെല്ലാമാണ് ചെയ്യാൻ പറ്റുന്നത്? എനിക്കും വളരെ കോൺഫിഡൻസ് ഒരുപാട് കാലം മുമ്പ് വളരെ കുറവായിരുന്നു. കാരണം ഞാൻ എപ്പോഴും സിലബസ് കവർ ചെയ്യാനാണ് ശ്രദ്ധിക്കുക. കാരണം ഞാൻ എപ്പോഴും ഇപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് വരുമ്പോൾ ഞാൻ ആ സിലബസ് കവർ ചെയ്ത ശേഷം ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് വന്നിരുന്നത്. പക്ഷേ എനിക്കിത് എന്നാൽ ഞാൻ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ സിലബസ് കവർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകൾ സ്ഥിരമായിട്ട് ചെയ്തു തുടങ്ങി. കാരണം ആദ്യകാലങ്ങളിൽ ഞാൻ സിലബസ് കവർ ചെയ്യാത്തത് മൂലം എനിക്ക് മോക്ക് ടെസ്റ്റുകളിൽ മാർക്ക് കുറവായിരിക്കും. പക്ഷെ ഞാൻ എന്നാൽ റിപ്പീറ്റായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വഴി എനിക്കും അത് മാർക്ക് കൂടുതൽ കിട്ടാൻ സഹായമായി. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലുപരി നമ്മൾ സിലബസ് കവർ ചെയ്യുമ്പോൾ ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. പഠിക്കുന്നതിനോടൊപ്പം തന്നെ കോൺഫിഡൻസ് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്കത് അവിടെ പ്രാവർത്തികമാക്കുമ്പോൾ കോൺഫിഡൻസ് വളരെയധികം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സിലബസ് കവർ ചെയ്യുന്നവരെ കൃത്യമായിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ കേരള PSCയുടെ കഴിഞ്ഞ 2 ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്യുക. കാരണം സെയിം ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്ന വഴി നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന സമയത്ത് ഏത് പോർഷനാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മാം, ഫുഡ് സേഫ്റ്റി ഓഫീസർ ജോബിന്റെ വർക്ക് പ്രൊഫൈൽ എങ്ങനെയാണെന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി വിശദീകരിക്കാമോ? ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ എത്തുന്ന ഭക്ഷണത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. വളരെയധികം മഹത്തായ ഒരു ഉദ്ദേശം നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. നമുക്ക് കൂടുതലും ഓഫീസ് വർക്കിനെ ഉപരി ഫീൽഡ് വർക്കാണ് കൂടുതൽ. അതുപോലെ തന്നെ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ അധികാര പരിധി എന്ന് പറയുന്നത് ഒരു നിയോജക മണ്ഡലമാണ്. മാമിന്റെ തിരക്കേറിയ സമയത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇങ്ങനൊരു സെഷൻ തന്നതിന് ഏണസ് അക്കാദമിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. അവസാനമായി ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മാമിന് എന്താണ് പറയാനുള്ളത്? ഞാൻ നിങ്ങളെ മോട്ടിവേഷൻ ചെയ്യാനല്ല ശ്രമിക്കുന്നത്. കാരണം മോട്ടിവേഷനേക്കാൾ ഉപരി നമ്മൾ എക്സാം പ്രിപ്പറേഷൻ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഡിസിപ്ലിനാണ്. കാരണം എല്ലാ ദിവസവും എനിക്കറിയാം, ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമായിരുന്നു. നിങ്ങൾ പലവരും ജോലി ചെയ്യുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം അതായത് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം നിങ്ങൾ ഈ എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെക്കണം. മാത്രമല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വാസ്റ്റ് സിലബസിൽ ഏകദേശം എല്ലാ കോർ സബ്ജക്റ്റുകളും ഇനി വരാൻ ചാൻസ് ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, ഇംഗ്ലീഷ്, റീസണിങ് തുടങ്ങിയ സബ്ജക്റ്റുകളും എല്ലാം തന്നെ ഫോക്കസ് ചെയ്ത് കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് നിങ്ങൾ എല്ലാ ദിവസവും നിശ്ചിത സമയം കണ്ടെത്തി എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ ഓൾ ദി ബെസ്റ്റ്.